സോ ഹായ് ഗൈസ്, ആ ഒരു കുഞ്ഞിൻ്റെ കേസാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഇത് അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ മോണിറ്ററി ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ആഡ് സൂട്ടബിലിറ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ഇത് ആൾക്കാരോട് ഈ ഒരു വീഡിയോ എത്ര എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് വന്ന അന്ന് മുതൽ കാര്യം നമ്മൾ 2025 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്രത്തോളം ഭയാനകവും ഭീകരവുമായിട്ടുള്ള കേസുകളായിരുന്നു അല്ലേ. അപ്പം ഇതിന് മുന്നേ ആണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നിട്ട് ആ ഒരു കുഞ്ഞിനെ ഇവരെല്ലാവരുടെ കിണറ്റിലോട്ട് ഇട്ടിട്ട് ഇല്ലാണ്ടാക്കിയ വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു കേസ് വന്ന അന്ന് മുതൽക്ക് തന്നെ ഇവിടെ ഒരു സെക്കൻഡ് ആയിട്ട് ഒരു പേഴ്സൻ്റെ മറ്റൊരാളുടെയും കൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള സംശയങ്ങൾ എനിക്കും നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സംശയത്തിന് മുകളിലേക്ക് ഇപ്പോൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് അറിയുമ്പോഴത്തേക്കിന് ഇവർ മാത്രമാണോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് സംശയം ഇങ്ങനെ കിടക്കുന്നത്. കാര്യം ആ ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ്റെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ തന്തയ്ക്ക് ഉറക്കാത്ത പുന്നാരമോൻ്റെ സാമാനം കണ്ടിച്ച് കളയാൻ അല്ലെങ്കിൽ കഴുത്തില്ല അറുത്ത് കളയാനെ കൊണ്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമത്തിന് പറ്റില്ല എന്നുള്ളത് വലിയൊരു സാഡ് റിയാലിറ്റിയാണ് അല്ലേ. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു കുഞ്ഞ് ഒരു ലോകം എന്താണെന്ന് പോലും കണ്ടിട്ടില്ലാത്ത ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തോട് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞത് സ്വന്തം അച്ഛൻ്റെ സഹോദരൻ. എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഇനി വീട്ടിലിങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മൾ ഇട്ടിട്ട് ഒക്കെ പോകുക? അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ വീട്ടിലെ ഈ ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ എത്രത്തോളം സേഫ് ആണെന്നുള്ളത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇതുപോലുള്ള കുറേ പുന്നാര മക്കളാണ്. ആൻഡ് ഈ പെണ്ണുമ്പിളുണ്ടല്ലോ, ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മ, ഈ കഴിവേറിയുടെ മോളെ ഉണ്ടല്ലോ, ഇവർക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ അടുത്ത് ആ ഒരു കുഞ്ഞ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് കുഞ്ഞ് ഇല്ലാണ്ടാവുന്നതിന് മുന്നേ ഈ കുഞ്ഞ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇവള് പോലീസുകാരുടെ അടുത്ത് പറയുന്നത് ആ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ കൃത്യം ചെയ്തത് എന്നുള്ളതാണ്. ആ ഒരു ഈ പെണ്ണുമ്പിള ആണെങ്കിൽ ആ പുന്നാരമോനെ ആണെങ്കിൽ അടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ ആ ഒരു കുഞ്ഞ് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ കാര്യങ്ങൾ ബാക്കിയുള്ള മറ്റാർക്കെങ്കിലും ഒക്കെ അവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും, ആ വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ. അല്ലെങ്കിൽ ഇവനുമായിട്ട് വേറെ എന്തെങ്കിലും ബന്ധമായിരിക്കും. കാര്യം ആ ഒരു ബന്ധത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിനക്ക് എന്നെ മാത്രം ഉണ്ടാക്കിയാൽ പോരെ, അല്ലെങ്കിൽ കുഞ്ഞിനെ കൂടെ വേണമെന്നുള്ള സാധനത്തിന്റെ പേരിലായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്, അല്ലെങ്കിൽ നീ ഇത് എന്തറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്, പല ആൾക്കാരും ചോദിക്കായിരിക്കും. പക്ഷേ നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് ആലോചിക്കുക, എത്ര കേസാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ പെണ്ണുപിള്ളയ്ക്ക് അവൾക്ക് മാനസിക രോഗം ആയതിന്റെ പേരിലാണ് ഇങ്ങനത്തുള്ള കാര്യം അവൾ ചെയ്തേക്കുന്നത്. അവൾക്ക് അപ്പോഴും ബോധമുണ്ട് ആ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവളൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞിനെയാണോ ഇല്ലാണ്ടാക്കേണ്ടത്, ഇവനെയാണോ ഇല്ലാണ്ടാക്കേണ്ടത്? നിങ്ങളതൊന്ന് ആലോചിക്കുക. അപ്പം ആ കുഞ്ഞിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇവക്ക് ഇവൻ അല്ലേ. അപ്പം പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങളതിനൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര അഭിനയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ന്യൂസ് വന്ന ആ ഒരു ടൈമിൽ മീഡിയാസിൻ്റെ മുന്നിലെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സിസ്റ്റം പറയുന്നത് നമുക്ക് എന്തായാലും അനുസരിക്കേണ്ടതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനോട് ഉള്ള ആ ഒരു മര്യാദ കാണിക്കേണ്ടതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പുന്നാരമോൻ്റെ ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ ആ ഒരു കരയുന്ന വീഡിയോസൊന്നും നമുക്കിവിടെ വെക്കാൻ പറ്റില്ല. കാര്യം ഇവൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ആയി കഴിഞ്ഞാൽ അത് ഒരു പോക്സോ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു മിന്നായം പോലെ ഇങ്ങോട്ട് ഒരു ഫോട്ടോ ആക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കണ്ടാൽ മതി. അല്ലെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ തമിഴിലാണെങ്കിൽ കൊടുക്കാനെ കൊണ്ട് ശ്രമിക്കാം. ആൻഡ് ഈ ഒരു കുഞ്ഞിനെ ആണെങ്കിൽ ഇവനായിരുന്നു ഫുൾ ടൈം കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ആ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ഇവനാണ് ഏറ്റവും കൂടുതൽ കൊണ്ട് നടന്നത് ആ ഒരു കുഞ്ഞിനെന്ന്. ഇനി ഈ പെണ്ണും പുള്ളിയുടെ ഈ തള്ളച്ചിയുടെ ആണെങ്കിൽ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞിന് കൂട്ട് കിടക്കുന്നത് ഇവനാണെന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവൻ ആ കുഞ്ഞിന് മാത്രമാണോ കൂട്ട് കിടക്കുന്നത്, അതോ ഈ കഴിവേറിയുടെ മൂക്കും കൂട്ട് കിടക്കുന്നുണ്ടോ? അറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ്. ഇനി ആ ഒരു കുഞ്ഞിൻ്റെ കേസ് പറഞ്ഞില്ലേ, രാത്രി കാലങ്ങളല്ല ആ ഒരു കുഞ്ഞിനെയൊക്കെ ഇവനാണെങ്കിൽ എടുത്തുകൊണ്ട് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കൂടെ കിടത്താനുള്ള പോയിട്ടാണ് ഈ പറയുന്ന പുന്നാര പരിപാടി അവനൊക്കെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇതേ ലേഡി തന്നെയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് മറ്റൊരു ന്യൂസിൽ കണ്ടത്, അതായത് ഈ ഒരു ലേഡിയുടെ, അതായത് ഈ ഒരു പെണ്ണുമ്പിള്ളയുടെ ആണെങ്കിൽ വീട്ടിൽ ആ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ക്രൂരതകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രത്തോളം നല്ല രീതിയിലല്ല നോക്കിയിരുന്നത്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ പുള്ളി പറയുന്നതോ അല്ലെങ്കിൽ ഇവർ പറയുന്നതോ രണ്ട് കൂട്ടരും പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരുപാട് കൺഫ്യൂഷൻസ് ഇവർ രണ്ട് കൂട്ടർ പറയുന്നതിലും കിടപ്പുണ്ടെന്നുള്ളതാണ് സത്യം. ഇതിനാണെങ്കിൽ ഇവനെ ഒരു കുറ്റം സംബന്ധിച്ച് പോലീസുകാരുടെ മുന്നിലാണെങ്കിൽ അവൻ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ച് പൊട്ടിക്കരയുന്ന ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാൽക്കൽ വീഴുന്ന ടൈമിലാണെങ്കിൽ അവൻ്റെ നെഞ്ചാങ്കൂട് ചവിട്ടി ഇളക്കണമായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ അവൻ്റെ സാമാനം അടിച്ച് പൊട്ടിക്കണമായിരുന്നു. അവൻ എന്നിട്ട് ഇപ്പം കരഞ്ഞ് കാല് പിടിക്കണം. അവൻ കഴിവേറിയുടെ മോൻ, തന്തയ്ക്ക് പറക്കാത്ത പുന്നാരമോൻ അല്ലേ. ആൻഡ് ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു. അതായത് ഒരുത്തനെ ഒരു ലഹരി പദാർത്ഥം, എനിക്കൊന്ന് സിന്തറ്റിക് ആണോ മറ്റാണോ എന്നറിയത്തില്ല, ഇവനെ പിടിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഇവൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് ഒരു വീഡിയോ കിടക്കുന്നത്. അതായത് ഇവൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞിനെയാണെങ്കിൽ ഇവൻ ഈ പരിപാടി ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. അവനെ നേരെ പോക്സോയുടെ പേരിലാണെങ്കിൽ പിടിച്ചിട്ട് അകത്താക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടെ അടുത്താണെങ്കിലാണെങ്കിൽ എൻ്റെ വീടിൻ്റെ സ്ഥലത്ത് അടുത്താണെങ്കിൽ ഒരു കുഞ്ഞിനെ സ്കൂളിൽ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. ഒരു ദിവസം ടീച്ചർ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ആ ഒരു കുഞ്ഞ് തുറന്നു പറയുന്നത് തൻ്റെ അച്ഛനാണ് പിടിച്ച്
പിടിച്ച് മടിയിലിരുത്തിട്ട് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ടെന്ന്. അന്ന് വൈകിട്ട് ആ കുഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർമാർ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഫോർവേഡ് ചെയ്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഫോർവേഡ് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പം ജയിലിലാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് സംരക്ഷണം കൊടുക്കേണ്ടുന്നത് ഈ ഒരു അമ്മ തന്നെ. ഈ കഴിവേറിയുടെ മോള് ആ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ട്? ഈ പുന്നാരമോന് വേണ്ടിയിട്ടാണോ? എന്നിട്ട് ഇവള് പോലീസുകാരുടെ തുറന്നാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മളെല്ലാവരും വിശ്വസിക്കണം അല്ലേ? അവൾക്ക് മാനസിക രോഗമാണ്. മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ, പിന്നെ അതിനും അപ്പുറത്തേക്കൊന്നും പറയാനില്ലല്ലോ ആർക്കും. 1.5 കൊല്ലത്തോളമായി ഇങ്ങനെ ഈ പുന്നാര പരിപാടി ഇവനിവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞില്ല. അതായത് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെയാണ് ഇതിലെ മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊന്നും വേറെ ആരും അവിടെ അറിഞ്ഞിട്ടില്ലേ? ഈ പെണ്ണുമ്പിള്ള അവൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കാര്യം ഇവൾ അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ മാനസിക രോഗം തൊലിയാന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ആ വീട്ടിലുള്ള വേറെ ആരും അറിഞ്ഞില്ല. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഇത് അറിഞ്ഞില്ല. ഒന്നുമില്ലെങ്കിലും ഈ ഒരു കുഞ്ഞ് 2-3 വയസ്സുള്ളൊരു കുഞ്ഞാണ്. ആ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കാനോ എന്തെങ്കിലും കാര്യമായിട്ട് ഇത് എന്തായാലും അറിയൂലേ? എന്നിട്ട് ഇവൻ ചെയ്തിരിക്കുന്ന ഭീകരമായിട്ടുള്ള കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സംശയം കിടക്കുന്നത്. അവൻ മാത്രമായിരിക്കും ഇതിനകത്ത് പ്രതി, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വേറെ ആർക്കും ഒരു അറിവുണ്ടായിരിക്കും. കാര്യം ഇവൻ അത്രത്തോളം അഭിനയിച്ച് ഫലിപ്പിച്ചു. മീഡിയാസിൻ്റെ മുന്നിൽ ഇവൻ കരഞ്ഞ് അത്രത്തോളം ദുഃഖമുള്ള ഒരുത്തനാണെന്ന് എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു. അതേപോലെ ബാക്കിയുള്ളവർ അങ്ങനെ ഉണ്ട്. കാര്യം ഇവർ പറയുന്ന ആരും പറയുന്ന നമുക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാനും ഒട്ടും പറ്റത്തില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ ഈ പെണ്ണുമ്പിള്ളക്ക് ഈ കഴിവേറിമോക്കാണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇവർക്ക് വിഷം കൊടുക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു പെണ്ണുമ്പിള്ളനെ സ്വന്തം മക്കളെ നോക്കാനെ കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് പോവോ? ഇപ്പം ആ ഒരു അച്ഛനാണെങ്കിൽ അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്ന വലിയൊരു വീഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കാണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരാൾ ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ കൂടി ഇങ്ങനെ വറ്റക്കുള്ളവരുടെ ജീവനെ ഇല്ലാണ്ടാക്കുന്ന അല്ലെങ്കിൽ ജീവന ഭീഷണിയായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം ഉള്ളവർ കാണിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും അതിനകത്ത് വിഷം ചേർത്ത് നിങ്ങളുടെ ഫുഡിനകത്ത് ഇട്ട് തരിക, നിങ്ങൾ പോലും അറിയാതെ പിന്നീട് നമ്മളത് കണ്ടെത്തുന്നു. ഇത് നിരന്തരമായിട്ട് തുടർന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? അയാൾ ചെയ്യുന്ന എല്ലാം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറഞ്ഞു നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങി ആ രീതിയിൽ നമ്മൾ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ ആക്കുമോ? ഇത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ളപ്പം ഈ പെണ്ണുമ്പിളല്ല വേറെ ആരെങ്കിലും ആയിരിക്കും ഒരു കുഞ്ഞിനെ നോക്കുന്ന അല്ലെങ്കിൽ കുളിപ്പിക്കാനാണെങ്കിൽ എന്താണെങ്കിലും ഈ പുന്നാരമോൻ മാത്രമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് 1.5 വർഷത്തോളം ഈ പുന്നാരമോൻ മാത്രമേ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുകയാണെങ്കിൽ നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ആരും എടുക്കില്ല. ഒരു അച്ഛനാണെങ്കിലും കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാൻ പറ്റില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ മാത്രമാണ് അതിനകത്ത് പ്രതികളെന്നുള്ളതാണ് സംശയം. ഇവൻ പ്രകൃതി വിരുദ്ധപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള മറ്റു പല ന്യൂസിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത്രയും മൃഗീയവും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരോട് ചെയ്ത് കൂട്ടിയേക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ പെണ്ണുമ്പിള്ളയുടെ ആണെങ്കിൽ അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല ഇവർ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. ഈ സ്വരച്ചേർച്ചയിലല്ലാതിരിക്കുന്ന ടൈമിൽ പോലും ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ നാട്ടുകാർ പോലും പറയുന്നുണ്ട്. ഓക്കെ, ഇവരെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ ഇവളിൽ എന്തായാലും ഏൽപ്പിച്ചിട്ട് പരിപൂർണ്ണമായിട്ട് ഇവളെ ഏൽപ്പിച്ചിട്ടായിരിക്കില്ലല്ലോ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അത്രയ്ക്കുള്ള ഈ പറയുന്ന കരുതൽ ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ 1.5 വർഷത്തോളം ഈ പുന്നാരമോ ഈ കഴിവറുടെ മോനെ മാത്രമായിരിക്കും, ഈ തന്തയില്ലാത്തവനായിരിക്കും ഈ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുക. അത് വേറെ ആർക്കും അറിയത്തില്ല. ഈ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛമ്മയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ശ്രദ്ധിച്ചില്ലേ, ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നൊക്കെ. ഓക്കെ, 1 തവണയോ 2 തവണയൊക്കെ ആണെങ്കിൽ ഓക്കെ. ഈ ഇത്രയും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ 1.5 വർഷമായിട്ടാണെങ്കിൽ വേറെ ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസനീയമായിട്ട് നമ്മൾ എടുക്കാൻ പറ്റുക? പിന്നെ ഈ പെണ്ണും പുള്ളിയും ഈ കഴിവരുടെ മോനും തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതിൻ്റെ പേരിലായിരിക്കും. കാര്യം ഇവൾ ഓൾറെഡി അറിഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു അടിയും കൊടുത്ത് വേറെ ആരുടെ പറഞ്ഞിട്ടുമില്ല അവൾ. എന്നിട്ട് ഈ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനത്തെ പരിപാടി കാണിച്ചിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവൾക്ക് മാനസിക രോഗമല്ല, അവൾ വളരെ കൃത്യമായിട്ട് മറ്റേ ഡ്രാമ കളിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി, അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവൾ ആരെ ഇല്ലാണ്ടാക്കേണ്ടത്? ആ പുന്നാരമോനെയല്ലേ? ഇതാകുമ്പോൾ ഇവളുടെ കഥകളൊന്നും പുറത്തോട്ട് അറിയത്തുമില്ല. എന്തെങ്കിലും മറ്റെന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടെങ്കിൽ പുറത്തോട്ട് അറിയത്തുമില്ല. ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നീതി നടപ്പാക്കിയ ഒരു അമ്മ എന്നുള്ളതിൽ അവൾക്ക് അറിയപ്പെടുകയും ചെയ്യാം അല്ലേ? ഇതൊന്നും അല്ലല്ലോ അവൾ കാണിച്ചേക്കുന്നത്. അപ്പം അവൾക്ക് ആ ഒരു കുഞ്ഞിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് അവനായിരുന്നു. എന്നിട്ട് പറയുന്നു അവൾക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് തീർത്താൽ മതിയല്ലോ. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും നീ ഇത് എന്ത് സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് നീ ഇതൊക്കെ പറയുന്നതെന്നൊക്കെയുള്ള രീതിയിൽ. നമ്മൾ ഇതുവരെയുള്ള 2025 ശേഷം ഇവിടെ നടന്നിരിക്കുന്ന ഓരോ ക്രൈം കേസും നിങ്ങൾ എടുത്ത് നോക്കുക. നമ്മൾ ഓരോ ക്രൈം കേസ് വന്നപ്പോഴും നമ്മളാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് മൊത്തം മനസ്സിലാക്കി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ പേരിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കാണെങ്കിലും തോന്നിക്കുന്ന സംശയങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ തന്നെ. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഏതൊരാളും അത്രത്തോളമുള്ള ഉത്തരവാദിത്വം കരുതലും കാണിക്കുക ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. സ്വന്തം അമ്മയെ പോയിട്ട് സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണിത്. അപ്പം ഇത്തരം കുഞ്ഞുങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇനി ഇവനെ ജയിലിലാണെങ്കിൽ തീറ്റി പോയിട്ട് നമ്മൾ നിരന്തരം പറഞ്ഞ് നമുക്ക് തന്നെ മടുത്ത്. ഞാൻ പല വീഡിയോസിനകത്തും പറയുന്നത് സീക്കോട് എന്ന് പറയുന്നൊരു ജയിലുണ്ട്. ആ മാതൃകയിൽ ഒരു ജയിൽ നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുത്തനെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂല, പേടിയും വിറയ്ക്കും. കാര്യം അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു.
കാര്യം അതുപോലത്തെ ഭീകരമായിട്ടുള്ള സംഭവമാണ് ആ ഒരു ചിക്കോ ജയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇതെന്താണ്, ഇനി കുറേ നാൾ അവനെ ജയിലിനകത്ത് കൊണ്ടുപോകും, ആദ്യം കുറച്ച് നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിനുശേഷം 4 നേരം സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം തിന്നിട്ടാണെങ്കിൽ അവന് സർക്കാരിന് ചിലവർ ഇങ്ങനെ ജീവിച്ചു. കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു 12 അല്ലെങ്കിൽ ഒരു 20 കൊല്ലം ആണെങ്കിൽ അവന് മാക്സിമം ആണെങ്കിൽ ഇത് കൊടുക്കും, അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 ജീവപര്യന്തത്തിന് ശേഷം മാത്രം അവനാണെങ്കിൽ വധശിക്ഷ. അതായത് ഇവന് ഈ ഒരു വധശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നേ തന്നെ ഇവന് പ്രായം വന്ന് തട്ടിപ്പോവും. ആ ഒരു പരിപാടി തന്നെ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആലുവയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് ഇല്ലാണ്ടാക്കിയ അസഫ കലത്തിനാണെങ്കിൽ ഈ സെയിം കാര്യമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മേ ബി ഇതും അതുപോലൊക്കെ തന്നെയായിരിക്കും. ആ ഒരു ഒന്നും പറയാത്ത ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്. ഇതിന് മാത്രം ആ ഒരു കുഞ്ഞുങ്ങളുടെ ഇത്രയും തോന്നാനും മാത്രം ഈ സ്വഭാവ വൈകൃതം അല്ലെങ്കിൽ ഈ മാനസിക വൈകൃതമുള്ള ഇവന്മാരെയൊക്കെ ആണെങ്കിൽ കഴുത്തറുത്താണ് കളയേണ്ടത്.